ഇങ്ങനെ ഒരു വണ്ടി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ പള്ളിക്കുന്ന ഭാഗത്ത് പുള്ളിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതെന്നാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. അതിൻ്റെ ടൈം എടുത്ത് നടന്നിവിടെ വന്ന് അപ്പോഴേക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ആ ഏരിയയിൽ. അന്നേരം അവിടെ ബോഡി പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നോക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ മരണപ്പെട്ടു പോയ ജിസ്മോളും 2 മക്കളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആ വേലക്കാരി എന്ന് പറയുന്ന സ്ത്രീയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ആ പരട്ടച്ചി എന്തായാലും അവൻ്റെ നിന്നൊക്കെ നല്ലപോലെ വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ട് നക്കിക്കൊണ്ട് ഇരിപ്പുണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിന്റെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ വരും, വരാതിരിക്കില്ല. രാകുന്നതല്ല, അത് കർമ്മ എന്ന് പറയുന്ന സാധനമാണ്. ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ട് എന്തെങ്കിലും വാങ്ങി നക്കിക്കൊണ്ട് ഞണ്ണിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നാളെ നിങ്ങളെയും കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കും. അന്ന് അടിക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. ഒരു കൊലപാതകമാണതെങ്കിൽ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത് തന്തയില്ലാത്ത പരിപാടി തന്നെയാണ്. നക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് എല്ലിൻ്റെ ഇടയിൽ പോലും കയറത്തില്ല, ഉതവാതെ പോകത്തേ ഉള്ളൂ. എന്തൊക്കെയോ ദുരൂഹത ആ ഒരു വേലക്കാരി മറച്ചു വയ്ക്കുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇവരുടെ ബോഡി പൊങ്ങിയ സമയത്ത് വള്ളത്തിൽ കയറ്റുന്ന സമയത്ത് അവിടെ കണ്ടുനിന്ന ഒരു നാട്ടുകാരൻ ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു വണ്ടി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ പള്ളിക്കുന്ന ഭാഗത്ത് പുള്ളിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതെന്നാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. അതിൻ്റെ ടൈം എടുത്ത് നടന്നിവിടെ വന്ന് അപ്പോഴേക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ആ ഏരിയയിൽ. അന്നേരം അവിടെ ബോഡി പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം ബോഡി പൊങ്ങിയെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം കുറേ ദിവസം ആയതൊക്കെയാണ് നോക്കി ഞങ്ങൾ നിൽക്കുവാണ്. അങ്ങനെ ഇന്നപ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഇക്കര സൈഡിൽ പള്ളിക്കുന്ന ഭാഗത്ത് നിന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ ഇപ്പോൾ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്, അതിന് ജീവനുണ്ട് എന്ന് പറയുന്നുണ്ട്. ബോഡി അന്നേരം പൊങ്ങി കിടക്കുക. അന്നേരം ഒരു കൊച്ചിൻ്റെ ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞാൽ 5 വയസ്സിനടുത്തുള്ള കൊച്ചില്ലേ, ആ കൊച്ചിൻ്റെ ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാരെ ബഹളം വെക്കുന്നത്. ഞാൻ അന്നേരം ഈ സ്പോട്ടിൽ നിൽക്കുക. അന്നേരമാണ് ഞാൻ ഈ ചേട്ടനെ വിളിച്ച് വരുന്നത്. ചേട്ടൻ സിറ്റിൻ്റെ സുരേഷനാണ്. ചേട്ടൻ സ്വന്തം വെള്ളമാണ്. അന്നേരം ആ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ പനിയായിരുന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വരുത്തി ചേട്ടാ ഇങ്ങനെ കേസ് എന്ന് പുള്ളി ഞാൻ വെള്ളം എടുത്ത് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ജിസ്മോളെ കണ്ടു. ജിസ്മോളെ പുള്ളിയുടെ ഒരു ഈ നടുവിൻ്റെ ഭാഗം മാത്രം പൊങ്ങി കിടപ്പുണ്ട്, ബാക്കി കൈയെല്ലാം താഴാക്കി കിടക്കുകയാണ്. അന്നേരം അവർ എടുക്കാൻ വേണ്ടി അക്കരയൊക്കെ പോലീസുണ്ട്. അന്നേരം പോലീസുകാർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ബഹളം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് വെച്ചാൽ ഒരു കൊച്ചിനെ കിട്ടി, ഇവരെ എടുത്ത് ഇവർക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവരെ എടുക്കാൻ ഓരോ ഇതുള്ള ഒരു ബോഡി പൊങ്ങി നമുക്ക് ചാടി എടുക്കാൻ പറ്റില്ലല്ലോ. അതിനകത്ത് കൊത്തി നൂലമാലകൾ നമുക്ക് ഒഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അവരോട് അക്കരെ പോലീസ് വന്നിട്ടുണ്ട്, ഇക്കരയുണ്ട്. അപ്പോൾ അവർ എടുത്തോളാനൊക്കെ പറഞ്ഞപ്പോഴേക്കാണ് അവിടെ വീണ്ടും ഒരു ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞു. ബോഡിയല്ല, ഒരു കൊച്ചു പൊങ്ങിയെന്നാണ് പറഞ്ഞത്. അന്നേരം ഞങ്ങൾ ഇവരെ ഇട്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആ ഭാഗത്തുനിന്ന് ആ കാണുന്ന കറക്റ്റ് ആ കൊച്ചിന് ബോഡി പൊങ്ങി സ്ഥലത്തോട് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ വളർത്തിച്ച് ഇവരെ എടുത്തുന്ന കരക്കെത്തിക്കാനുള്ള ഇത് നിൽക്കുമ്പോഴേക്കാണ് ഒരു കൊച്ചു പൊങ്ങിയെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ വെള്ളത്തിന് ഫ്രണ്ടിൽ നിന്ന് പുറം തുടങ്ങിയിരുന്നു, കൈയുടെ വെൽബോട് അതേപോലെ ചെറിയ ഭാഗം മാത്രമേ വള്ളത്തിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഹാർട്ട് ഫാർമർ ചാനലിൽ. ആ വള്ളത്തിൽ 3 പേരല്ലേ അതിൽ ഏറ്റവും മുന്നിലായിരുന്നല്ലേ? അല്ല, ഞാനല്ല. അത് ഞാൻ രണ്ടാമത്തെ കൊച്ചിനെ കയറ്റിയത് തന്നെയാണ്. രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ ഇറക്കിയായിരുന്നു വെള്ളത്തെ. ഞാൻ ചെന്നപ്പോഴേക്കും ഒരു വയസ്സുള്ള കൊച്ചാണ്. അതിനെടുത്ത് നമ്മൾ കൈവച്ചപ്പോൾ തന്നെ നമുക്കൊരു വിറവിലും നമുക്കൊരു പേടിയാണ്, നമ്മൾ ഫസ്റ്റ് അനുഭവമാണിത്. അന്നേരം തന്നെ ഞാൻ ആ കൊച്ചിനെ എടുത്ത് കരക്കോട്ട് കൊണ്ടുവന്ന് SIO പോലീസ് ആരാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഞാൻ കരക്കോട്ട് ഇറങ്ങി. അപ്പോഴേക്കും എൻ്റെ മേടിച്ചുകൊണ്ട് അവരങ്ങ് പോയി. കൊച്ചിനെ അന്നേരം തന്നെ നമ്മൾ CPR കൊടുത്തോണ്ടിരിക്കും. ഞാൻ വളർത്തെ വെച്ചിനെ മോൻ പോലും ശ്രദ്ധിച്ചില്ല. അപ്പോഴേ കമർത്തിയിട്ട് ഞാൻ CPR കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കൊച്ചിനെ കൊടുത്തു. ഞാൻ വളർത്താൻ ഇറങ്ങി. അന്നേരം ഇവിടെ ബോഡി പൊങ്ങി കിടക്കുവാണ് ഓൾറെഡി ജിസ്മോളെ. അന്നേരം ഇവിടുന്ന് പോയ സമയവും അവിടെ ചെന്ന സമയമാകുമ്പോൾ എത്ര മിനിറ്റ് അന്തരമുണ്ട്? 10-20 മിനിറ്റ് എടുത്തു. അവിടെ വള്ളം തുടങ്ങി അവിടെ ചെന്നു. ഞങ്ങൾ കൊച്ചിനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ജിസ്മോളെ എടുത്തു. ജിസ്മോളെ എടുക്കാൻ നേരത്താണ് ഇപ്പം മറ്റേ സുഹൃത്തുക്കളെ കണ്ടില്ല വളരെ ഫ്രണ്ട് ചെയ്യുന്നത്. ആ പുള്ള പേര് വിഷ്ണു എന്നാണ്. പിന്നെ നടുക്കുന്ന പുള്ളിയുടെ പേര് അനിയൻകുട്ടനാണ്. അതിൻ്റെ അകത്ത് ആ വോയിസുകൾ ഈ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. ആ വോയിസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 2-3 ദിവസം പഴക്കമുണ്ട്, അഴുകി എന്നൊരു ഒരു വാക്കായിട്ട്. അത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം പറയാം. ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും പറയാം ആരാ സംസാരിച്ചത് അതിൻ്റെ അകത്ത്? അത് അവരും പറഞ്ഞു. ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ എടുക്കാതിരുന്നത് ഈ പുള്ളിക്കാരിയുടെ ബോഡി ഞങ്ങൾ, അതായത് ജിസ്മോളെ ഞങ്ങൾ എടുക്കാതിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നിയിട്ടാണ്. ഒരാൾ വെള്ളത്തിൽ വീണാൽ ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുന്നത് നമുക്ക് അറിയത്തില്ല. സാധാരണ കേട്ടത് 2 ദിവസം കഴിഞ്ഞ് 3-ആം പക്കം പോകുന്നൊക്കെയാണ് നമ്മൾ വരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെച്ചാൽ ആ പുള്ളിക്കാരി ആ സൈഡിൽ അടിയാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒഴുക്കത്തല്ല പൊടിയും ചെളിയും എല്ലാ സൈഡിലോട്ടും അടിയും. ഈ പുള്ളിക്കാരുടെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും തലയൊക്കെയാണ് ഈ ഉന്ത് പിടിച്ച് മൊത്തം പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സംശയം പഴയതാണോ ഇപ്പം പോലാണോ അറിയത്തില്ല. അങ്ങനെ തോന്നുള്ളൂ. കാരണം വെച്ചാൽ ഇവരുടെ വയന്ന് വല്ലോ ഛർദിയോ അങ്ങനെ കബോ വേണ്ടൊക്കെ പോകുന്നത്, അതല്ല ഈ തലമുടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, വെളുത്തൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് പഴയതായിട്ട് നമുക്ക് തോന്നുള്ളൂ ഓൾറെഡി. അങ്ങനെ എടുക്കാൻ വേണ്ടി അക്കരെ പോലീസുകാരാണ് ഒരു പുള്ളിയുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ പോലീസുകാരനാണ് എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഇക്കരം പോലീസുകാരുണ്ട്. അന്നേരം ഇക്കരെ പോലീസുകാർ വെച്ചപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഏറ്റവും ഇവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇക്കരെ ഈ ബോഡി, അതായത് ജിസ്മോൾ ഇക്കരെ ഒഴുക്കിപ്പെട്ട് അക്കരയ്ക്ക് പോയി. ഒരു 50 മീറ്റർ വീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ചിലപ്പോൾ ഒരു ഒഴുക്കുള്ള സമയം. ഇപ്പോഴത്തെ പോലെ നല്ലൊരു ഒരുമാതിരി ഒഴുക്കുണ്ട്, വേനലാണെന്ന് പറയാൻ പറ്റില്ല. ഒഴുക്കുള്ള സമയം. ആ സമയത്ത് ആ ഒഴുക്ക് ചാടി കൂടെ കറക്റ്റ് അവിടെ വന്ന് അടിയുന്നത്. അവിടെ അടിഞ്ഞു. അവർ എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴേക്കുമാണ് SI അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു കൊച്ചിനെ പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ആ 1 വയസ്സുള്ള കൊച്ചിനെ ഞാൻ എടുത്തു കൊണ്ടു കൊടുത്ത് കരക്കോട്ട് കയറി. അപ്പോഴേക്കും പിന്നെ ഇവിടെ ഓൾറെഡി പുള്ളിക്കാരുടെ ബോഡിയെന്ന് പറഞ്ഞപ്പോഴേക്കും ആ സുരേഷ് ചേട്ടനും മറ്റേ 2 സുഹൃത്തുക്കളും അവിടെ ചെന്നു. അവരെ എടുത്ത് കരക്കി കൊണ്ടുവന്നു. കരക്കൊണ്ട് ഞാൻ കരക്കോട്ടിനെ മേടിച്ചിട്ടൊക്കെ ചെയ്തു. മേടിച്ചിട്ട് അന്നേരം ഞങ്ങളുടെ ഇതേപോലെ ഞെക്കും സീപ്പർ കൊണ്ട് പാലാണ്ട് പറഞ്ഞു എന്താണ് ജീവനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നോക്കിയില്ല. ആ കാണുന്ന ഭാഗത്ത് കരക്കോട്ട് ജീവനുണ്ടെന്ന് നോക്കിയായിരുന്നോ? ജീവനുണ്ടെന്ന് നമുക്ക് എല്ലാവരും ഒത്തിരി പേരില്ല, എല്ലാവരും ഞെക്കിക്കോട്ട്
കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ CPR കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഫുൾ വീഡിയോ കേട്ടിരിക്കാൻ പറ്റുന്നില്ല സീരിയസ്ലി. നിങ്ങൾ എന്തായാലും ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എങ്ങനെയാണ് ഈ ബോഡി പൊങ്ങിയത്. ഇതൊരു നല്ല ദുരൂഹത നിറഞ്ഞ കേസ് തന്നെയാണ്. പോലീസുകാർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ആയതുകൊണ്ടാണോ, അതോ ഏറ്റുമാനൂർ ആയതുകൊണ്ടാണോ, അച്ചായന്മാരായതുകൊണ്ടാണോ, എന്താണ് അന്വേഷിക്കുന്നില്ല ഈ കേസ് തക്കതായ രീതിയിൽ? ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ആ വേലക്കാരി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള വകുപ്പെങ്കിലും നോക്കുക. പച്ച കള്ളമാ അവർ വിളിച്ച് പറയുന്നത്. ഒന്നിനും ഒരു അന്വേഷണവും ഇല്ല, കാര്യവുമില്ല. ഇവിടെ എന്ത് ചെയ്താലും ഒരു തേങ്ങയില്ല. അവിടെ ജനങ്ങൾ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത്രയ്ക്ക് ജനങ്ങൾക്ക് വരെ ഈ ഒരു വിഷയത്തിൽ അത്ര വേവുണ്ട്. പക്ഷേ പോലീസുകാർ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. എന്ത് ദുരൂഹതയാണ് ഇവിടെ നടക്കുന്നത്? ആദ്യം തന്നെ ആലോചിക്കേണ്ട ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസ്മോൾ കൈ വളർത്തും കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് വെള്ളത്തിൽ പോയി ചാടി എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കടാ. അത്രയ്ക്ക് അവർ ഭയങ്കര പവറും ശക്തിയും ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഏത് പവർ ഉണ്ടായിരുന്നാലും എന്ത് തേങ്ങ ഉണ്ടായിരുന്നാലും ആരെ കൊണ്ട് പറ്റൂടാ കൈ ഉയർത്തിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് വണ്ടി എടുത്തോണ്ട് പോവാൻ? ഇനി വണ്ടി എടുത്തോണ്ട് പോയെങ്കിൽ എവിടെടാ CCTVയിൽ പതിഞ്ഞ്? ഇത് തന്നെ ഒന്നാം തരം ദുരൂഹതയല്ലേ? പിന്നെ എന്തുകൊണ്ട് അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തുന്നില്ല? എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഈ ഒരു കേസ് അന്വേഷിക്കണം, തക്കതായ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ജയിലിലാക്കണം, ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് അതൊന്ന് കണ്ടുപോകാം. Ini
ജനങ്ങൾ കാണിക്കുന്ന ആവേശം പോലും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛമാണ് തോന്നുന്നത്. പോലീസുകാർ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങി ഞണ്ണി എനിക്ക് അറിയില്ല എന്താണ് ഈ കേസ് അന്വേഷിക്കാത്തത്, തുടർന്ന് അങ്ങോട്ട് പോകാത്തതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ആ വേലക്കാരിയെ അടക്കം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്റെയൊക്കെ വാസ്തവം തെളിഞ്ഞു വരും. പ്രത്യേകിച്ച് അവിടെ പാല് കൊണ്ടു കൊടുക്കുന്ന അമ്മച്ചി പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? അതും ഇതുപോലെ ഹാർട്ട് ഫാർമറിൽ എങ്ങാണ്ട് വന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കൊച്ചു നിലവിളിക്കുന്ന സൗണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടന്നെന്ന് പറഞ്ഞിട്ടും വേലക്കാരി അവിടെ കരഞ്ഞുകൊണ്ട് പോയിട്ടും അവിടെ പോയി വൃത്തിയാക്കിയിട്ടും എന്തൊക്കെ നടന്നിട്ടും എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതെന്താണ്? ഇവിടെ ഒരു സ്ത്രീയും 2 മക്കളും മരണപ്പെട്ടു. അത് സ്വയം ജീവനൊടുക്കിയതാണെന്ന് വരുത്തി തീർത്തു. എന്നാൽ കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ അത് അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ജനങ്ങളടക്കം പ്രതിഷേധത്തിലാണ്. എന്താണ് ഇവിടെ നടക്കുന്ന? സത്യം പറഞ്ഞാൽ 100 കണക്കിന് ജനങ്ങളുണ്ട്. ഇവരെത്ര ദിവസം ഇങ്ങനെ നടക്കും? അത് അവർക്കും അറിയാം. കുറച്ചു ദിവസം ഇതിന്റെ പിന്നാലെ നടക്കും. അത് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പിരിഞ്ഞു പോകും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് മിണ്ടാതിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ നാറിയ പരിപാടി കാണിക്കരുത്. ഇതുപോലത്തെ അലവലാദികളെ പിടിച്ച് അകത്തിട്ട് ഇടിച്ച് ചാമ്പയാണ് ചെയ്യേണ്ടത്. ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ അവൻ അഭിനയിച്ച് കരയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്താണ് നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇങ്ങനത്തെ രീതിയിലൊന്നും ആവരുത്. ഈ ഒരു വിഷയത്തിൽ നല്ല ദുരൂഹതയുണ്ട്. ഒന്നാം തരം ദുരൂഹത. പ്ലാൻ ചെയ്ത് അവരെ തീർത്തതാണെന്നുള്ള സംശയമുണ്ട്. എന്നാൽ ഇതൊന്നും അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല, ആരും ഒന്നും നോക്കുന്നില്ല. ഇത് അങ്ങനെ അങ്ങ് പോകുന്നു, ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ കിട്ടണം.